പദ്ധതി നടത്തിപ്പിനുള്ള പണം ആര് കണ്ടെത്തും എന്നതിനെ ചൊല്ലിയാണ് കൊച്ചി മെട്രോ റെയിൽ പദ്ധതി ഇഴയുന്നത്. കൊച്ചിയുടെ സ്വപ്ന പദ്ധതി എങ്ങും എത്താതെ നിൽക്കുമ്പോൾ നഗരം ഗതാഗതക്കുരുക്കിൽ വലയുകയാണ്. കേന്ദ്രവിഹിതം അനുവദിക്കാനാകില്ലെന്ന് ആസൂത്രണ കമ്മീഷൻ വ്യക്തമാക്കിയതോടെ പദ്ധതി നടക്കുമോ എന്ന് പറയാനാകാത്ത സ്ഥിതിയാണ്. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയിലെ തടസ്സങ്ങളും സാധ്യതകളും തേടുകയാണ് മനോരമ ന്യൂസ് നാട്ടുവാർത്ത. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി സംസ്ഥാനം പ്രാഥമികമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടാകാനിടയുള്ള നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള പദ്ധതികൾ വരെ തയ്യാറായി കഴിഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തണുപ്പൻ സമീപനം സംസ്ഥാനത്തിന്റെ പരിശ്രമങ്ങൾ നിഷ്ഫലമാക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണോ ഇതൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം മെട്രോ റെയിലിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാനം അത്രയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. സർവേ നടപടികൾ 90% പൂർത്തിയായി. കേന്ദ്രാനുമതി വന്നാൽ മാധവ ഫാർമസി മുതൽ ജോസ് ജംഗ്ഷൻ വരെ ബാക്കിയുള്ള ഭാഗത്തെ സർവേയും പൂർത്തിയാക്കും. മെട്രോ റെയിലിന് വേണ്ടി ഓഫീസ് തുറന്നു. പ്രവർത്തനത്തിന് 1/2 കോടി രൂപ അനുവദിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആദ്യഘട്ടമെന്ന നിലയിൽ 20 കോടി രൂപ അനുവദിച്ചു. സ്റ്റേഷനുകൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ തടസ്സമുണ്ടാവില്ലെന്ന് ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. അനുമതിയാവുന്നതിനും വളരെ മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകി. നിർമ്മാണം ആരംഭിച്ചാലുണ്ടാവുന്ന ഗതാഗതക്കുരുക്ക് മുന്നിൽ കണ്ട് വിവിധ പദ്ധതികൾക്കായി 158 കോടി രൂപ അനുവദിച്ചു. സലിം രാജൻ ഫ്ലൈ ഓവർ, നോർത്ത് ഓവർ ബ്രിഡ്ജ് 4 വരിയാക്കൽ, പൊന്നുരുന്നി അറ്റ്ലാന്റിസ് പച്ചാളം റെയിൽവേ മേൽപ്പാലങ്ങൾ, ബാനർജി റോഡ്, SA റോഡ് തുടങ്ങി നഗരത്തിലെ ഒട്ടുമിക്ക ഉപവഴികളുടെയും വികസനം. ഇങ്ങനെ മെട്രോയുടെ നിർമ്മാണ ഘട്ടത്തിലെ കുരുക്കൊഴിവാക്കാനുള്ള പദ്ധതികൾ ഭൂരിപക്ഷവും ടെൻഡർ ഘട്ടമോ അതിനപ്പുറമോ എത്തി നിൽക്കുന്നു. ഇനി നിർണായകമായ തീരുമാനമുണ്ടാവേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണ്.